നമസ്കാരം. ഇന്ത്യ-ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ആവേശകരമായി പുരോഗമിക്കവേ ചില താരങ്ങളുടെ പ്രകടനങ്ങൾ നിരാശപ്പെടുത്തുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് നായകൻ രോഹിത് ശർമ്മയുടെ പ്രകടനമാണ്. ആദ്യ ടെസ്റ്റ് കളിക്കാതിരുന്ന രോഹിത് രണ്ടും മൂന്നും ടെസ്റ്റിൽ തീർത്തും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. മെൽബണിൽ രോഹിത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഓപ്പണർ റോളിലേക്ക് മടങ്ങിയെത്തിയ താരത്തിന് വെറും 3 റൺസാണ് നേടാനായത്. പുൾഷോട്ടിന് ശ്രമിച്ച് തുടക്കത്തിലെ രോഹിത് വിക്കറ്റ് തുലയ്ക്കുകയായിരുന്നു. നായകൻ എന്ന നിലയിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത്തിന് സാധിക്കുന്നില്ല. ഫീൽഡിംഗ് വിന്യസിക്കുന്നതിലും ബൗളിംഗ് ചേഞ്ച് വരുത്തുന്നതിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ദുരന്തമായി മാറുകയാണെന്ന് പറയാം. ഇപ്പോഴിതാ രോഹിത്തിന്റെ ഭാവിയിൽ കടുത്ത നീക്കത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ മെൽബണിലേക്ക് എത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത് ശർമ്മയ്ക്ക് ഈ പരമ്പരയോടെ പാഡ് അഴിക്കേണ്ടി വന്നേക്കാം. അഗാർക്കർ തിടുക്കപ്പെട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്നത് പരിഗണിക്കുമ്പോൾ രോഹിത് ശർമ്മ വിരമിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും. ജസ്പ്രീത് ബുംറയ്ക്ക് കീഴിൽ ഇന്ത്യ പെർത്തിൽ ജയിച്ചിരുന്നു. എന്നാൽ നായക സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മ തിരിച്ചെത്തിയ ശേഷം രണ്ടാം ടെസ്റ്റിൽ 10 വിക്കറ്റിനാണ് തോറ്റത്. ഗാബ ടെസ്റ്റിലും ഇന്ത്യ തോൽക്കേണ്ടതായിരുന്നു. മഴ രക്ഷകനായതോടെ സമനിലയോടെ തടി തപ്പുകയായിരുന്നു. നായകനായും ബാറ്റ്സ്മാനായും രോഹിത്തിനൊന്നും ചെയ്യാനാകുന്നില്ല. ടീമിന് ആത്മവിശ്വാസം നൽകാനും രോഹിത്തിന് സാധിക്കാതെ പോകുന്നു. ഈ സാഹചര്യത്തിൽ രോഹിത്തിനെ മാറ്റി പകരം ബുംറയെ ക്യാപ്റ്റനായി കൊണ്ടുവരാനാണ് ഇന്ത്യയുടെ നീക്കം. രോഹിത് ശർമ്മയോട് ഇക്കാര്യം സംസാരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അഗാർക്കർ മെൽബണിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് വിവരം. എന്തായാലും നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ രോഹിത് ഇന്ത്യൻ ടീമിൽ നിന്ന് വഴി മാറുന്നതാണ് നല്ലത്. രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ കടുത്ത നീക്കത്തിന് ഇനി ഒരുങ്ങുമ്പോഴും വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ ടീം ഇപ്പോൾ ശക്തമായ നടപടിക്കില്ല. കോഹ്ലി പരമ്പരയിൽ ഒരു സെഞ്ചുറി നേടിയിരുന്നു. സമീപകാലത്തായി വലിയ പ്രകടനം നടത്തുന്നില്ലെങ്കിലും മോശമല്ലാത്ത പ്രകടനം നടത്താൻ കോഹ്ലിക്ക് സാധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കോഹ്ലിയുടെ തിടുക്കപ്പെട്ട് വിരമിക്കാൻ നിർദ്ദേശിക്കേണ്ടതില്ലെന്നാണ് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് അല്പം കൂടി സമയം ലഭിക്കും. അതേസമയം രോഹിത്തിന്റെ സമീപകാലത്തെ പ്രകടനത്തോടൊപ്പം ഫിറ്റ്നസ് മോശമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ടെസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് ടീമിന് നല്ലതെന്നാണ് ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നത്. ഇത്തവണത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ സീറ്റ് ഇന്ത്യക്ക് ഏറെക്കുറെ നഷ്ടമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രോഹിത് നായക സ്ഥാനത്ത് നിന്ന് മാറുന്നതാണ് ടീമിന് നല്ലത്. രോഹിത് ശർമ്മയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിൽ പരിശീലകൻ ഗൗതം ഗംഭീറും നിരാശനാണ്. രോഹിത്തിനെ ഓപ്പണർ സ്ഥാനത്തേക്ക് എത്തിക്കാൻ യുവ സൂപ്പർ താരം ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ത്യ പുറത്തിരുത്തിയത്. ഗില്ലിന്റെയും ഫോം മോശമാണെങ്കിലും പുറത്തിരുത്തേണ്ട താരമല്ല ഗില്ല്. രോഹിത്തിനായി ഇത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ടും താരത്തിന് ഫോം കണ്ടെത്താനാവാത്തത് ടീം മാനേജ്മെന്റിനെ ആകെ നിരാശപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കടുത്ത നടപടി ഉറപ്പാണെന്നാണ് പുറത്തുവരുന്ന വിവരം. രോഹിത് ശർമ്മയുടെ കരിയറിലെ വലിയ നാണക്കേടായി ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനം മാറുകയാണെന്ന് തന്നെ പറയാം.